നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ള, സ്വർണം കട്ടവൻ ആരപ്പ എന്നൊരു ചോദ്യമാണ് ഇനി ചോദിക്കാനുള്ളത്. എൻ വാസു പറഞ്ഞത് ചെമ്പാണ് എന്നുള്ളത് എഴുതിയിരിക്കുന്നു. അത് ജാമ്യത്തിന് വേണ്ടി അപേക്ഷിച്ചപ്പോൾ കോടതി ഇന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ശരിക്കുമുള്ള സ്വർണം എവിടെ എന്നുള്ളത്, അതിൻ്റെ തെളിവ് എവിടെ എന്നുള്ളത്. മൊഴികൾ മാത്രമാണ് ഇപ്പോൾ ശരിക്കും ശബരിമലയിൽ സ്വർണ്ണം ഉണ്ടെന്നുള്ളത്. വിജയ് മല്യ കൊടുത്ത സ്വർണ്ണം ഇനി വിജയ് മല്യ വന്ന് തെളിയിക്കേണ്ടിയിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. ഇത്തരത്തിൽ പോയാൽ ഈ അകത്ത് കിടക്കുന്നവരൊക്കെ രക്ഷപ്പെടാനല്ലേ സാധ്യത? അകത്ത് കിടക്കുന്നവരെ രക്ഷപ്പെടുത്താൻ പറ്റിയ ഏറ്റവും നല്ലൊരു മാർഗ്ഗം തന്നെയാണ് ഇന്ന് വാസു കൊടുത്ത ഈ ഹർജിയെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാര്യം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടന്നു. കൃത്യമായിട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ച് അത് റിവൈസ് ചെയ്ത് അന്വേഷണ സംഘം മുന്നോട്ട് പോയി. തുടക്കത്തിൽ എടുത്തു ചാടി ഒരു അറസ്റ്റ് വേണ്ട. കാര്യം രാഷ്ട്രീയ മേഖലയിൽ ബന്ധപ്പെട്ടവരും ഉന്നത നേതാക്കളും ഒക്കെ തന്നെയുള്ള കേസായതുകൊണ്ട്, പ്രതികളായ കേസായതുകൊണ്ട് തെളിവിൻ്റെ അഭാവത്തിൽ ഒരിക്കലും അവർ പുറത്തു പോകരുത്. അതുകൊണ്ട് കൃത്യമായ തെളിവ് കിട്ടിയതിന് ശേഷം മാത്രം അറസ്റ്റ് ചെയ്താൽ മതി എന്നാണ് മുന്നറിയിപ്പുണ്ടായിരുന്നത്. അതനുസരിച്ചാണ് ഏറെ സമയമെടുത്ത് തെളിവുകൾ ശേഖരിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി മുന്നോട്ട് പോയത്. എന്നാൽ ഇത് ഇവിടെ കൊണ്ട് തീരുന്നില്ല. ഇനിയൊരു മുൻ മന്ത്രിയിലേക്ക് കൂടി അറസ്റ്റ് എത്തും എന്നുള്ള സൂചനയുണ്ട്. അത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഒന്ന് വൈകിപ്പിച്ചതായിരിക്കാമെന്നുള്ള ആക്ഷേപവും പലരും പറയുന്നുണ്ട്. എന്തുതന്നെ ആയിക്കോട്ടെ, ഇപ്പം നിലവിൽ ഈ അന്വേഷണം നടത്തിയപ്പോൾ കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ പറ്റി, സ്വർണം കട്ടു, ഒരു സംശയവുമില്ല. എന്നാൽ ആ കട്ട സ്വർണം എവിടെ എന്നുള്ളത് തൊണ്ടി മുതൽ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള വെല്ലുവിളി, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, കട്ടത് സ്വർണ്ണമാണെന്ന് തെളിയിക്കാനും അന്വേഷണ സംഘത്തിന് ഇപ്പോൾ കഴിയാത്തൊരവസ്ഥയായി വന്നിരിക്കുകയാണ്. കാരണം സ്വർണം കൊണ്ടുപോയി എന്ന് പറയുന്നു. അപ്പോൾ കൊണ്ടുപോയ സ്വർണം എത്ര ഉണ്ടായിരുന്നു, അതെവിടെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, എത്രയാണ് കിട്ടിയത്, സ്വർണ്ണമാണോ, ഇതൊന്നും തന്നെ ഒരു രേഖയില്ല. ശരിക്കും പറഞ്ഞാൽ എന്തുകൊണ്ട് CPM ഇതുവരെയും ഇവരെയൊന്നും പുറത്താക്കിയില്ല, സംരക്ഷിച്ച് പിടിക്കുന്നു എന്ന് ചോദിച്ചതിൻ്റെ ഉത്തരം, കോടതി തന്നെ അവരെ പുറത്തു വിട്ടോളൂ എന്നുള്ള ഉറപ്പ് പാർട്ടി സെക്രട്ടറിക്ക് ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസവും മാധ്യമങ്ങൾ ചോദിച്ചായിരുന്നു, പാർട്ടി സെക്രട്ടറിയോട് ചോദിച്ചായിരുന്നു, എന്തുകൊണ്ട് പുറത്താക്കുന്നില്ല. അപ്പോൾ അത് തീരുമാനം പതിയെ എടുക്കുന്നുള്ളൂ എന്നാണ് അദ്ദേഹത്തിന്റെ മറുപടി. പതിയെ എടുക്കുന്നതിന്റെ കാരണം ഇല്ലല്ലോ. അപ്പം പതിയെ എടുത്താൽ മതി എന്നാണ് തീരുമാനം. പതിയെ എടുക്കണം എന്ന് പറഞ്ഞതിന്റെ കാരണം മറ്റൊന്നുമല്ല, നിലവിൽ അവരെ കോടതി എന്തായിരുന്നാലും പുറത്തുവിടേണ്ടി വരും. കാരണം അന്വേഷിച്ച് മറ്റേ ഉള്ളിയുടെ തൊലി പൊളിക്കുക എന്ന് നമ്മൾ പറയില്ലേ, അതുപോലെയാണ്. അവസാനം കറങ്ങി തിരിഞ്ഞ് വരുമ്പോൾ സ്വർണം കട്ടു, പക്ഷേ ഇവിടെ സ്വർണം ഉണ്ടായിരുന്നോ എന്നുള്ളൊരു ചോദ്യത്തിലേക്ക് കാര്യം എത്തും. അത് തന്നെയാണെന്ന് ഹൈക്കോടതിയിൽ സംഭവിച്ചത്. കാര്യം സ്വർണമാണെന്നുള്ള രേഖ എങ്ങുമില്ല. സ്വർണം പോയി എന്ന് വാക്കാൽ പറയുന്നതല്ലാതെ എത്ര സ്വർണം കിട്ടി എന്ന കാര്യത്തിലുള്ള തെളിവോ, എത്ര സ്വർണം ഇവിടുന്ന് കൊണ്ടുപോയി എന്ന കാര്യത്തിലുള്ള തെളിവോ ഒന്നും തന്നെ ദേവസ്വം ബോർഡിന്റെ രേഖകൾ സൂക്ഷിച്ചിട്ടില്ല. ഇവിടെ വാസു ചെമ്പെന്ന് എഴുതി 2019 വെക്കുന്നു. പക്ഷെ 98 വിജയമല്ലി സ്വർണം കൊടുത്തതിന് നമ്മളെല്ലാം TV-യിലൂടെ ഒക്കെ കണ്ടതാണ്. അതിന്റെ ഈ പ്രതിഷ്ഠിക്കുന്ന കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം സ്വർണം കൊടുത്തു എന്നുള്ളത്. പക്ഷെ ആ രേഖ അവിടുത്തെ രജിസ്റ്ററിലൊന്നും കാണാതെ ഇരിക്കുന്നു. ഇതിനിടയിൽ SITയുടെ അന്വേഷണം വരുമ്പോൾ കൃത്യമായുള്ള രേഖകൾ കൊടുക്കുക എന്ന് പറയുന്നിടത്ത് അവിടെ ഒരുപാട് ഡിലേ വരുന്ന കുറച്ച് ദിവസങ്ങൾ നമ്മൾ കാണുന്നു. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ട് പലവിധ കേസുകളിൽ ഈ പറയുന്ന സെക്രട്ടേറിയറ്റ് കത്തുന്നത് ഒരു ഭാഗം, അതേപോലെ ഫയലുകൾ കത്തിപ്പോകുന്നത്, പിന്നെ ക്ലിഫ് ഹൗസിന്റെ ഒരു ഭാഗത്തിൽ ചില തീപിടുത്തങ്ങളൊക്കെ ഉണ്ടാകുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്തായാലും ഭാഗ്യത്തിന് ശബരിമലയിൽ തീപിടുത്തം ഒന്നും ഉണ്ടായില്ല. പക്ഷേ ഇടയ്ക്കൊരു ഡിലേ വന്നു. SITയും ഹൈക്കോടതിയും രേഖകൾ കൈമാറി എന്ന് പറഞ്ഞെടുത്ത് അവിടെ ഒരു വലിയൊരു കാലതാമസം നേരിട്ടു. ഈ കാലതാമസത്തിനിടയിൽ 98 മുതൽ നമുക്കറിയാം ശബരിമല ദേവസ്വം ബോർഡിലേക്ക് വന്ന കാലഘട്ടം മുതലുള്ള രേഖകൾ തീർച്ചയായിട്ടും ഉണ്ടാവണമല്ലോ. മറ്റെല്ലാ രേഖകളും ഉണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും ഉണ്ടാവണമല്ലോ. പക്ഷെ അത് എവിടെ എന്നൊരു ചോദ്യം ഇന്ന് കോടതി ചോദിക്കുമ്പോൾ ഇത് സർക്കാരിലേക്ക് മാത്രമല്ല ഈ അന്വേഷണ ഉദ്യോഗസ്ഥരിലേക്കും നീളുന്ന ഒരു ചോദ്യമല്ലേ? അതിൽ SIT നിലവിൽ സമർപ്പിച്ച രേഖകളിലാണ് ഇത് മിസ്സിംഗ് ആയിരിക്കുന്നത്. അതായത് ഈ സ്വർണ്ണത്തിനെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള റിപ്പോർട്ടുകളൊന്നും തന്നെ ദേവസ്വം ബോർഡിൽ നിന്ന് കിട്ടിയില്ല എന്നാണ് പറയുന്നത്. അതിൽ രണ്ട് സാധ്യതകളുണ്ട്. ഒന്ന്, ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി ഒരു പക്ഷേ മുൻപുണ്ടായിരുന്ന രേഖകൾ നശിപ്പിച്ചിരിക്കാം, സംശയമാണ്. അതല്ല എങ്കിൽ അത് ഒളിപ്പിച്ചിരിക്കാം. അതല്ല എങ്കിൽ അന്ന് മുതലേ ഇതൊന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല. ഇതാണ് ഇത്തരത്തിലുള്ളൊരു 3 തീരുമാന സൂചനകളിലേക്കാണ് നമുക്ക് എത്താൻ കഴിയുന്നത്. അതല്ലാതെ മറ്റൊന്നും അവിടെ സംഭവിക്കാതെയില്ല. എന്തായിരുന്നാലും കിട്ടുന്ന സമയത്ത് അത് വാങ്ങിക്കുമ്പോൾ അത് കൃത്യമായി രേഖപ്പെടുത്തും എന്നുള്ളത് അതൊരു നടപടിക്രമമാണ്. ഏത് ഉദ്യോഗസ്ഥരായിരുന്നാലും അത് ചെയ്യുന്നതാണ്. അതെ, തീർച്ചയായിട്ടും അത് എത്ര കിട്ടി എന്നുള്ളത് കൃത്യമായിട്ട് അവിടുത്തെ മിനിറ്റ്സിലും മറ്റുമൊക്കെ രേഖപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഈ മിനിറ്റ്സിലാണല്ലോ ഇത്രയധികം കുതന്ത്രം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിൽ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത്, ഇത് ഏറെ നാളായിട്ടുള്ളൊരു ഗൂഢാലോചനയാണ്. അതിലൊരു കാര്യം ഇപ്പം ശ്രദ്ധേയമായിട്ട് ഇത് പറഞ്ഞപ്പോഴാണ് അതിനെക്കുറിച്ചുള്ളൊരു ഓർമ്മ വന്നത്. അതായത് കടകംപള്ളി സുരേന്ദ്രൻ, കടകംപള്ളിയിലേക്ക് ഈ അന്വേഷണം എത്തുമെന്നാണ് പറയുന്നത്. കടകംപള്ളിയുടെ അറസ്റ്റ് എന്ന രീതിയിലേക്ക് കോൺഗ്രസും പറയുന്നുണ്ട്. കടകംപള്ളി മന്ത്രിയായിരിക്കുമ്പോൾ കടകംപള്ളി നടത്തിയൊരു കാര്യമുണ്ടായിരുന്നു. അതായത് ക്ഷേത്രങ്ങളിലുള്ള പുരാവസ്തുക്കൾ
പുരാവസ്തുക്കൾ നമ്മൾ ഉദ്ദേശിക്കുന്ന അവിടുത്തെ ഓട്ടുരുളി, ചെമ്പ്, പാത്രം, വിളക്ക്, ഇങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങളുണ്ടല്ലോ. ഇതൊക്കെ സൂക്ഷിക്കാൻ സ്ഥലമില്ല. അദ്ദേഹം കണ്ടെത്തിയ ഒരു വാദമാണ്, ഇത് സൂക്ഷിക്കാൻ സ്ഥലമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇത് ലേലം ചെയ്ത് കൊടുക്കുക. ഇത് ലേലം ചെയ്ത് കൊടുത്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന കാശ് എന്ത് ചെയ്യുക, ദേവസ്വം ബോർഡിന് വരുമാനമായിട്ട് എടുക്കാം. അതും എത്ര തുച്ഛമായ വിലയ്ക്കാണ് ലേലം ചെയ്യുന്നത്. ഒന്നാലോചിച്ച് നോക്കുക, ഈ പുരാവസ്തുക്കൾ വിദേശ മാർക്കറ്റിലെത്തുമ്പോൾ ലക്ഷങ്ങളും കോടികളും വില വരുന്ന ഒരു കാഴ്ചയുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഈ ആൻറ്റിക്സിന് ഭയങ്കര മതിപ്പാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വസ്തുക്കൾ ലേലം ചെയ്യാനുള്ളൊരു പരിപാടി അന്ന് നടത്തിയായിരുന്നു. അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല ശക്തമായിട്ട് ഇതിനെ എതിർത്തായിരുന്നു അന്ന്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ മൊഴി കൊടുത്തിരിക്കുമ്പോൾ അദ്ദേഹം ശക്തമായി തന്നെ പറയുന്നുണ്ട്, ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ പരിപാടിയല്ല, ഇത് ആസൂത്രിതമായി മന്ത്രിതലങ്ങളിൽ തന്നെ ഉണ്ടായ ഒരു പദ്ധതിയാണ്. അതിനുവേണ്ടി അവർ അന്താരാഷ്ട്ര മാഫിയകളെ വരെ സമീപിച്ചിട്ടുണ്ടായിരിക്കാം. അവരുടെ കൈകളിലേക്ക് എത്തിയിട്ടുണ്ട്, മാർക്കറ്റുകളിലുണ്ട്. അതിലും ചെന്നിത്തല പറയുന്നതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം, ഇതൊരു വ്യവസായിക്ക് അറിയാം. അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസ് ആണല്ലോ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. എന്തായിരുന്നാലും ഇപ്പോൾ നോട്ടീസ് അയച്ചിട്ടുണ്ട്. അദ്ദേഹം വന്ന് മൊഴി കൊടുത്ത് അത് അന്വേഷണ സംഘത്തിന് ഒരു പുതിയ വഴിത്തിരിവായിരിക്കും. കാരണം രണ്ട് ചോദ്യമാണ്. ഒന്ന്, ഈ സ്വർണ്ണം എവിടെ? രണ്ട്, ഇനി പിടിക്കാനുള്ള ഉന്നതരാരൊക്കെയാണ്? പത്മകുമാറും പോറ്റിയും വാസുവും മാത്രമല്ല, മുരാരി ബാബു മാത്രമല്ല ഇതിന് കൂട്ടുനിന്നേ ഉള്ളൂ. ഇവരാരും ആ സ്വർണം ഒന്നും ചെയ്തിട്ടില്ല. ഈ വേർതിരിച്ചെടുത്ത സ്വർണം അതെന്ത് ചെയ്തു എന്നുള്ളതാണ്. അതല്ലെങ്കിൽ ആ മോഷ്ടിച്ച സ്വർണം, നേരത്തെ കൊണ്ടുപോയ സ്വർണം, അതാര് പുട്ടടിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതിനിതുവരെ ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിലേക്ക് എത്താനായി ഇതുവരെയും ഹൈക്കോടതിക്കോ എസ് ഐ ടിക്ക് സാധിച്ചിട്ടില്ല. ഹൈക്കോടതിക്ക് അതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടിയിട്ടില്ല. അപ്പോൾ ആ ഉന്നതർ ആര് എന്നുള്ളത് പത്മകുമാർ ഒരു സൂചന നൽകിയിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, ബോർഡിലുള്ള എല്ലാവരും ഉണ്ട്. ഇനി എനിക്ക് മുകളിലും ദൈവതുല്യരായിട്ടുള്ള പലരും ഉണ്ട്. അപ്പോൾ ആ ദൈവങ്ങളെയൊക്കെ തന്നെ കണ്ടുപിടിക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിൽ ഹൈക്കോടതിയെ സംബന്ധിച്ചുള്ളത്. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നേ വരെ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് SIT അന്വേഷണം. നമ്മളൊക്കെ വിചാരിച്ചതാ ഇപ്പം പൊട്ടും, ഇപ്പം എല്ലാം ശരിയാവും എന്നുള്ളടത്ത് പത്മകുമാറിൽ വന്ന് നിൽക്കുന്നു. പിന്നീട് ഒരു ഇഞ്ച് അനങ്ങാത്ത രീതിയിലാണ് SIT അന്വേഷണം നിൽക്കുന്നത്. VD സതീശൻ പറഞ്ഞത് വല്ലാത്തൊരു പ്രഷർ SITക്ക് മുന്നിലുമുണ്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, എന്നിട്ടും അങ്ങോട്ടേക്ക് മുന്നോട്ട് പോവാത്ത രീതിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് എന്താണ് വിലങ്ങുതടി എന്നുള്ളതുണ്ട്. ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് ഈ പറഞ്ഞതുപോലെ കോടതിയിലെത്തിയപ്പോൾ കോടതി തന്നെ ചോദിച്ച കാര്യം ഇതാണ്, നിങ്ങൾ ഇങ്ങനെയാണ് ഒരു കാര്യം കൊണ്ടുവരുന്നതെന്നുണ്ടെങ്കിൽ ഈ കേസ് ഇനി എങ്ങനെ നിലനിൽക്കും? കോടതി വളരെ വ്യക്തമായി ചോദിച്ചതാണ്, ഈ കേസ് നിലനിൽക്കില്ല. കാര്യം സ്വർണം കട്ടു എന്ന് പറയുന്നു, ആ സ്വർണം ഇവിടെ ഉണ്ടെന്നുള്ളതിന് തെളിവില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് സ്വർണം കട്ടത് നമുക്ക് സ്ഥാപിച്ചെടുക്കാനായി സാധിക്കുന്നത്? അപ്പോൾ ആദ്യം ഇവിടെ സ്വർണം ഉണ്ടായിരുന്നു എന്നുള്ള തെളിവ് ഹാജരാക്കണം. അത് SITയുടെ കയ്യിൽ എത്താത്ത രീതിയിലുള്ള പ്രവർത്തികൾ ഇതിനു മുമ്പേ ചെയ്തിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. കാരണം ഒരു കാര്യമുണ്ട്, നേരത്തെ ED സംഘം ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിന് തയ്യാറെടുത്തിരുന്നു. ED അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നപ്പോൾ സർക്കാരാണ് ഇതിനെ എതിർത്തത്. ഹൈക്കോടതിയിലെത്തി ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് കൊല്ലം വിജിലൻസ് കോടതിയിൽ എന്ത് ചെയ്താൽ മതി, അന്വേഷിച്ചാൽ മതി, അവിടെ നിന്ന് FIRന്റെ പകർപ്പോ കാര്യങ്ങൾ വേണമെങ്കിൽ കോടതി വിട്ടു നൽകും. അപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്ന അന്വേഷണത്തിനിടയ്ക്ക് ED അന്വേഷണം നടത്തി കഴിഞ്ഞാൽ അത് ഈ കേസിനെ ഒരു പക്ഷേ ലാഗടിപ്പിക്കും, അട്ടിമറിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പല വാദങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, സർക്കാർ ഉയർത്തുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, സർക്കാരാണ് ഈ അന്വേഷണത്തെ ഭയക്കുന്നത്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടന്നതുകൊണ്ട് മാത്രമാണ് ഇതുവരെയെങ്കിലും എത്തിയത്. അല്ല കേരള പോലീസോ വിജിലൻസോ ആണ് അന്വേഷിച്ചെങ്കിൽ ഇതെങ്ങും എത്തൂലായിരുന്നു. അത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഹൈക്കോടതിയുടെ ആ ഒരു സ്ട്രിക്റ്റ് സൂപ്പർവിഷൻ ഉള്ളതുകൊണ്ട് മാത്രം ഇതുവരെയെങ്കിലും എത്തിയെന്ന് പറയാം. ഇനി മുന്നോട്ട് പോകണമെങ്കിൽ അതിനും പരിമിതിയുണ്ട്. ഈ പറഞ്ഞതുപോലെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഒരു ഘട്ടം കടക്കുന്നതിന് പരിമിതിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് BJP അടക്കം പറയുന്നത് CBI അന്വേഷണം ഇതിന് വരണമെന്ന്. കോൺഗ്രസും പറയുന്നുണ്ട്. ഇപ്പോൾ CBI അന്വേഷണം വന്നാൽ മാത്രമേ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഒരു ചോദ്യമാണെങ്കിൽ അത് ഇട്ടുകൊടുത്തത് വല്ലാത്തൊരു ചോദ്യമാണ്. കാരണം അത് സർക്കാരിലേക്കും അന്വേഷണ ഉദ്യോഗസ്ഥർക്കും ജനങ്ങളിലേക്കും രാഷ്ട്രീയക്കാർക്കും ഇടയിലേക്ക് ഇട്ടുകൊടുത്ത വല്ലാത്തൊരു ചോദ്യമാണ്. ഒറ്റ സെന്റൻസേ ഉള്ളൂ ഇതിന്റെ ഇത് എവിടുന്ന്. പക്ഷെ അതിൽ നിന്ന് കോടതി പറയുന്നത് ഇതേ രീതി, ഇപ്പം ആദിത്യം പറഞ്ഞത് ഇതേ രീതിയിലാണെങ്കിൽ എല്ലാവരെയും പുറത്തേക്ക് വിടും, എല്ലാവരും ആരും തെറ്റ് ചെയ്തിട്ടില്ല, പാവം പിടിച്ച അയ്യപ്പന്റെ അവസ്ഥയാണ് എനിക്കിതിൽ ഓർമ്മ വരും. കാരണം തെളിയിക്കാൻ പെടുന്ന ഒരു പാടേ ദൈവത്തിന് പോലും തെളിയിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ. പറഞ്ഞതുപോലെ തന്നെ അവിടെ സ്വർണ്ണം ഉണ്ടെന്ന് ഇനി ബോധ്യപ്പെടുത്തണമെങ്കിൽ സാക്ഷാൽ ഒളിവിൽ പോയ വിജയമല്യെ അയ്യപ്പ എത്തിക്കേണ്ടി വരും. കേന്ദ്ര സർക്കാർ ഇത്രയും കാലം വിചാരിച്ചിട്ട് എത്തിക്കാനായി സാധിക്കുന്നില്ല. അയ്യപ്പ വിചാരിച്ചാലേ അതിനെക്കുറിച്ച് പറ്റത്തുള്ളൂ. അത് പരിഹാസ രൂപേണ വളരെ ദയനീയമായിട്ടുള്ള ഒരു വിഷയമാണ്, നമുക്ക് അങ്ങനെ പറയാനിരിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം, അതായത് ഇത് ഇവിടെ കൊണ്ട് തീരത്തില്ല. വാസുവിലോട്ടും പത്മകുമാറിലേക്കും മാത്രമല്ല,
മുൻ പ്രസിഡന്റായിരുന്ന പ്രശാന്തിലേക്ക് എത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം SIT നിലവിൽ പ്രശാന്തുമായി ബന്ധപ്പെട്ട വിഷയം അതായത് പോറ്റി ഊരിയെടുത്ത ഏറ്റവും അവസാനം നടത്തിയ ഒരു അതിബുദ്ധി ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് SIT ഇപ്പോൾ അന്വേഷിക്കുന്നില്ല. ഇനി അതിനെക്കുറിച്ച് അന്വേഷിക്കുകയാണെങ്കിൽ ഒന്നാം പ്രതിയായി വരുന്നത് ഒരു പക്ഷേ പ്രശാന്തായിരിക്കും. പ്രശാന്തിന്റെ ബോർഡിലുള്ള എല്ലാവരും ഇതിൽ പങ്കാളികളാണ്. അവരെയൊക്കെ ചോദ്യം ചെയ്യുമെന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. പ്രശാന്തിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്ന സൂചന ഇപ്പൊ കിട്ടിയിരിക്കുന്നു. ഇനി പ്രശാന്തിനെ കുടിക്കിയതാകട്ടെ തന്ത്രിയാണ്. കാര്യം തന്ത്രി എടുത്ത് ചോദിച്ചു എന്തിനാണിത് ഇവിടെ നിന്ന് ഇളക്കിക്കൊണ്ട് പോയെന്ന് ചോദിച്ചപ്പോൾ ബോർഡ് പറഞ്ഞു, പ്രശാന്ത് പറഞ്ഞു അത് അതേപടി എന്ത് ചെയ്തു, ഞങ്ങൾ അനുസരിച്ചു, അതല്ലാതെ മറ്റൊന്നുമില്ല. മറ്റു കാര്യങ്ങൾ അറിയണമെങ്കിൽ ആരുടെ ചോദിക്കുക, പ്രശാന്തിൻ്റെ അടുത്ത് ചോദിക്കുക. അപ്പോൾ എന്തായിരുന്നാലും ഇത്രയും നാൾ ന്യായീകരിച്ചതും പ്രൊട്ടക്ട് ചെയ്യാനായി ശ്രമിച്ചതും ഒക്കെ ആയിട്ടുള്ള എല്ലാവരും ഇപ്പോഴത്തെ പ്രസിഡന്റ് മാത്രം താൽക്കാലികമായി സേഫായിട്ടിരിക്കുന്നു എന്നല്ലാതെ ബാക്കി എല്ലാവരും ഇതിൽ പ്രതിസ്ഥാനത്തേക്ക് വരുന്നു. ഏതെങ്കിലും തരത്തിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ അവർ ബന്ധപ്പെട്ടു എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ വന്നിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് UDF കുറച്ച് ബോധം വന്നത്. ശബരിമല വിഷയമായിരുന്നു ജനങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്നത് എന്ന്. അത് UDF തരംഗം വന്നപ്പോൾ തന്നെ ഇപ്പോൾ അവർ നേരത്തെക്കാളും കുറച്ചുകൂടി ആർജവത്തോടു കൂടിയാണ് ശബരിമല വിഷയം ഇപ്പോൾ ഉന്നയിക്കുന്നത്. പാർലമെന്റിലടക്കം ഇപ്പോൾ ഹൈബി ഈഡനും KC വേണുഗോപാൽ അടക്കം അത് പറഞ്ഞു. ഒരു പക്ഷേ ശബരിമല വിഷയം കുറച്ചുകൂടി ഫോഴ്സ്ഫുള്ളായിട്ട് UDF അത് ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ളത് സ്വീകാര്യമായ ഒരു കാര്യം തന്നെയാണ്. പക്ഷേ അത് ഇനി എങ്ങനെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് നിർണായകമായി. രമേശ് ചെന്നിത്തല മൊഴി കൊടുക്കുന്നു. ഇതിനുവേണ്ടി ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇറങ്ങി തിരിച്ചു എന്ന് തന്നെ പറയാം. ഒരു പക്ഷേ അതിന്റെ ഫലം കാണട്ടെ. CBI അന്വേഷണം വേണമെന്നാണ് ഇപ്പോൾ കേന്ദ്രത്തിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. BJP അടക്കം അത് ആവശ്യപ്പെട്ടു. ഒരു പക്ഷേ CBI വന്നു കഴിഞ്ഞാൽ ഈ രജിസ്റ്ററിൽ നിന്നും അല്ലെങ്കിൽ എത്ര തീ കത്തിച്ചാലും പൊക്കിയെടുക്കാൻ അവർക്ക് ഈസിയല്ലേ? ഇനി CBI വരികയാണെങ്കിൽ നിലവിൽ ദേവസ്വം ബോർഡ് പല CBI അന്വേഷണങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് അന്വേഷണം വരികയാണെങ്കിൽ അവർ ഭയപ്പെടുന്ന ഒരു വിഷയമുണ്ട്. അതായത് ഇത് കേന്ദ്രത്തിന്റെ മേൽനോട്ടത്തിൽ ശബരിമലയുടെ നടത്തിപ്പ് അവകാശം കൈവിട്ട് പോകുമോ എന്നൊരു ഭയമുണ്ട്. കാരണം ഇത് കേരളത്തിന്റെ മാത്രം സ്വത്തായിട്ട് പറയാൻ കഴിയില്ല. കാരണം നമ്മളെക്കാൾ അധികം ഭക്തിയോടുകൂടി വിശ്വാസത്തോടുകൂടി അന്യസംസ്ഥാനത്തുള്ള നിരവധി ആളുകൾ എത്തുന്ന ഒരു ക്ഷേത്രം കൂടിയാണ്. അപ്പോൾ ഇത് ആ രീതിയിലേക്ക് വല്ലതും മാറിപ്പോകുമോ എന്നൊരു ഭയം ഇത്തരത്തിലുള്ള. അത് കൂടാതെ ഇത്രയും വലിയൊരു കൊള്ള, ഇത്രയും സമ്പത്തുള്ളൊരു ക്ഷേത്രത്തിൽ നടത്തുന്നു എന്ന് പറയുമ്പോൾ അത് ഗുരുതരമായിട്ടുള്ളൊരു വിഷയമാണ്. ദേശീയ ശ്രദ്ധ കിട്ടിയ ഒരു സംഭവമാണ്. ഇനി CBI അന്വേഷണം വരുന്നതിന് തൊട്ടുമുമ്പ് ഈ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് ചോദിച്ചുകൊണ്ടാണ്. അതായത് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് ഒരിക്കലും മറ്റുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യേണ്ടതില്ല. എന്നിരുന്നാൽ പോലും LDFനെ സംബന്ധിച്ച് അവർക്ക് സ്ഥിരമായി കിട്ടിക്കൊണ്ടിരുന്ന 5% ആകെ വോട്ട് മറിഞ്ഞിരിക്കുന്നതാണ്. 5% എന്ന് പറയുമ്പോൾ ചെറിയ കണക്കല്ല. അവരെ സംബന്ധിച്ച് ലക്ഷങ്ങളുടെ വോട്ടാണ് മറിഞ്ഞിരിക്കുന്നത്. LDFനെ സംബന്ധിച്ച് ഈ 5% അവർക്കെന്ത് നേട്ടമായി വന്നിട്ടുണ്ട്. ഇനി മറ്റൊരു തരത്തിൽ നോക്കുകയാണെങ്കിൽ BJP ഇത് നേട്ടമാക്കിയത് UDF മാത്രമല്ല, BJP ആണ് ഏറ്റവും അധികം നേട്ടം ഉണ്ടാക്കിയത്. കാരണം 13% നിന്ന് BJP ഇപ്പോൾ 16-നും 18-നും ഇടയിലേക്ക് എത്തിയെന്നാണ് പറയുന്നത്. കൃത്യമായ ഒരു കണക്ക് നമുക്ക് എത്തിയിട്ടില്ല, ഏകദേശം അനുമാനം മാത്രമാണ്. എന്നിരുന്നാലും 3% തൊട്ട് 6% വരെ BJPക്ക് നേട്ടമുണ്ടായി. അതായത് ആകെ മൊത്തം പറയുകയാണെങ്കിൽ 10% വോട്ടും മറിഞ്ഞിരിക്കുന്നു. 2.25 കോടി വോട്ടർമാരുണ്ടെങ്കിൽ 27 ലക്ഷം വോട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, മറിഞ്ഞിരിക്കുന്നത്. 27 ലക്ഷം ആളുകൾ ഈ പറയുന്ന ഈ വിഷയങ്ങളിൽ, പ്രധാനമായി ശബരിമല വിഷയങ്ങളും മറ്റ് സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ബാധിക്കപ്പെട്ടു എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ കൂടെ മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് ഇത്തവണത്തെ പോളിംഗ് ശതമാനം കുറവായിട്ട് പോലും ഇത്രയധികമാണ് മാറ്റം സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥ പോളിംഗ് സംഭവിക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട്. അന്ന് എന്താകും എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കേണ്ടത് അവരാണ്. ഇനി എത്രത്തോളം CPM-ന് ഡാമേജ് ഉണ്ടാക്കി ശബരിമല എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. കാര്യം ഇന്ന് പോറ്റിയെ കയറ്റി എന്ന് പറഞ്ഞ് വൈറലായിട്ടുള്ള പാട്ട്, അതിനെതിരെ ഇപ്പോൾ കേസ് കൊടുത്തിരിക്കുകയാണ്. CPM-ന്റെ നേരിട്ട് CPM ചെയ്ത അല്ലെങ്കിൽ പോലും ഉദ്യോഗസ്ഥരെ കൊണ്ട് എന്ത് ചെയ്യിപ്പിച്ചിരിക്കുകയാണ്. അതായത് അയ്യപ്പന്റെ പാട്ട് നിർത്തി. കാര്യം ഒരു രക്ഷയില്ല. അത്തരത്തിലുള്ള ഒരു PR വർക്ക് ഇല്ലാണ്ട് ഈസി ആയിട്ട് UDFന് കിട്ടിയ ഒരു തരംഗമല്ലേ അത്. ഒരുപോലെ തന്നെ UDFും BJP ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാര്യം രണ്ടുപേർക്കും ഇതിൽ, അതായത് ജനങ്ങളെ വരികൾ നല്ല വരികളാണ്. എനിക്ക് വ്യക്തിപരമായി പറയുകയാണെങ്കിൽ ഇനി വരികൾ അത് ഇഷ്ടപ്പെട്ടു, നല്ല രീതിയിൽ ഇത് ജനങ്ങൾക്ക് മനസ്സിലായി, അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് കൂടുതലായിട്ടൊന്നും പറയണ്ട. അത് ആരെങ്കിലും അത് കേട്ടിട്ടില്ലെങ്കിൽ ഒന്ന് യൂട്യൂബിലോ മറ്റൊന്ന് നോക്കിയിട്ട് ഇത്ര മാത്രം വാസു പറഞ്ഞത്, ഇന്ന് കോടതി പറഞ്ഞത് എല്ലാ വരികളും അത് കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. എന്തായിരുന്നാലും കൃത്യമായ സൂചന ഹൈക്കോടതി നൽകി കഴിഞ്ഞിരിക്കുന്നു. ഇനി കാര്യങ്ങൾ ഇവിടെ മാത്രം നിൽക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ട. ED എന്തായിരുന്നാലും ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഈ അന്വേഷണം എന്നായിരുന്നാലും അവസാനിക്കുമല്ലോ. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കാലാവധി കഴിയുമ്പോൾ അത് അവസാനിപ്പിച്ചാലേ തീരത്തുള്ളൂ. ED എന്തായിരുന്നാലും കളത്തിലുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തൊട്ടുപുറകെ ഈ പറയുന്ന പോലെ സമ്മർദ്ദം ഇവരൊക്കെ പുറത്തിറങ്ങിയാലായിരിക്കും പിന്നീട്, അതായത് ഇവരെ പുറത്തിറക്കാനുള്ള സാധ്യത ഇപ്പോൾ സർക്കാർ സംവിധാനത്തിൽ നിന്ന് ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ടാണല്ലോ തെളിവില്ലാത്തത്, രേഖകളില്ലാതെ പോയത്, സ്വർണ്ണം ഉണ്ടെന്നുള്ള രേഖയില്ലാതെ പോയത്. പുറത്തിറങ്ങിയാൽ തൊട്ടുപുറകെ സംഭവിക്കുന്നത് ഇത് തന്നെയായിരിക്കും.
ഒപ്പം ഇന്ന് ഹൈക്കോടതി ചോദിച്ച ആ ഒരു ചോദ്യത്തിൽ തന്നെയാണ് ഇന്ന് എല്ലാവർക്കും ഒരു തലയിലൊരു എന്താ പറയുന്ന ഒരു വെളിച്ചമുണ്ടായത്. കാരണം അട്ടിമറി സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം തെളിവുകളെല്ലാം അശേഷം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുന്നു. ആ തെളിവുകൾക്ക് വേണ്ടിയിട്ടാണ് ഇനി ഒരു പക്ഷേ CBI അടക്കമുള്ള അന്വേഷണം വരുമ്പോൾ തെളിയിക്കപ്പെടേണ്ടുന്നത്. തീർച്ചയായിട്ടും ശബരിമല വിഷയം അത് മറ്റേത് അഴിമതിയേക്കാളും ഒരുപക്ഷെ ജനം ഏറ്റെടുക്കുന്ന, ഒരുപക്ഷെ നമ്മുടെ രാജ്യം ഉറ്റുനോക്കുന്ന ഒരു വിഷയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ എത്ര തെളിവുകൾ നശിപ്പിച്ചാലും അതിങ്ങനെ പൊങ്ങി വന്നുകൊണ്ടേയിരിക്കും. ഇതിൻ്റെ ഒരു നീതി അല്ലേ, ഒരു ന്യായം എന്തായാലും തീർച്ചയായിട്ടും അത് കണ്ടെത്തുക തന്നെ ചെയ്യും.